ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എന്നെ വല്ല ഓർമ്മയുണ്ടോ? കുറെ നാളായില്ലേ ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഞാൻ വന്നിട്ട് യൂട്യൂബ് വീഡിയോ എടുക്കാത്തതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ ഞാൻ എംടെക് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തിരക്കിൽ വന്നിട്ട് എനിക്ക് ഒന്നും എടുക്കാനായിട്ട് പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു. കാരണം പ്രോജക്റ്റിന്റെയും അതൊക്കെ ഭയങ്കര ബിസി ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷെ ഞാൻ എടുക്കാറില്ല. എനിക്കറിയാം എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് എടുക്കാൻ പോകുന്നത് വന്നിട്ട് ഗേറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏതാണെന്ന് അറിയാമോ? ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം. സോയിൽ മെക്കാനിക്സ് തന്നെയാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മൾ ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ഭാഗം ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ജിയോ ടെക്നിക്കൽ മാത്രമല്ല, ചില സമയങ്ങളിൽ ഞാനിപ്പോ എഞ്ചിനീയറിംഗ് പഠിക്കുന്നില്ല, എംടെക്, അതിലൊരു സബ്ജക്റ്റ് ഉണ്ട്, ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്. അത് ഇച്ചിരി പാടാണ്. ഓക്കെ. അപ്പൊ അതും കൂടെയും ചേർത്ത് ഞാൻ എടുക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ കൂടെ ഞാൻ എടുക്കുന്നില്ല. ചില സമയങ്ങളിൽ ഞാൻ ആ ഒരു ടോപ്പിക് എടുക്കാം, ചില സമയങ്ങളിൽ വന്നിട്ട് നമ്മുടെ സിവിൽ ടോപ്പിക് എടുക്കാം. ഓക്കെ. അപ്പൊ എന്താണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്? ഓൾറെഡി പറഞ്ഞല്ലോ, സോയിലിനെ പറ്റി. മീൻസ് സോയിലിന്റെ സ്ട്രക്ചർ, സോയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സോയിലിന്റെ കോമ്പണൻസ്. നമുക്ക് ഒരു ബിൽഡിംഗ് വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ട് അത് ബിൽഡ് ചെയ്യാനായിട്ട് ആ സോയിൽ ബിൽഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പൊ അതൊരു ക്ലേ മെറ്റീരിയൽ ആണെങ്കിൽ ആ ഒരു മെത്തേഡിൽ നമ്മൾ എങ്ങനെ ആ ഒരു സോയിലിൽ കൺസ്ട്രക്ട് ചെയ്യും എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഈ ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചാലാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലോട്ട് പോകാം. നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഈ PSC എക്സാംസിലും ഗേറ്റിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അത് പഠിച്ചേ പറ്റും. ഓക്കെ. അപ്പം ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ ആദ്യത്തെ ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. അപ്പം ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് വന്നിട്ട് ഒറിജിൻ ഓഫ് സോയിൽ ആണ്. ഓക്കെ. ഒറിജിൻ ഓഫ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ എവിടെയാ പഠിച്ചിട്ടുള്ളത്? ജിയോളജിയിൽ പഠിച്ചിട്ടുണ്ട്, കുറച്ച് പഠിച്ചിട്ടുണ്ട് ജിയോളജിയിൽ ഈ കാര്യം. സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെതറിംഗ് ഓഫ് റോക്സ്, പിന്നെ ഡിപ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ വഴിയാണ് ഉള്ളത്. മീൻസ് രണ്ട് ടൈപ്പാണ് വെതറിംഗ് ഓഫ് റോക്സ്, ഒന്ന് ഡിപ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറ്റ് മഴയൊക്കെ കാരണം നമ്മുടെ സോയിൽ മീൻസ് ആ റോക്കിൽ ഡിസിൻറ്റഗ്രേഷൻ മീൻസ് റോക്ക് പൊടിയുന്നു, അങ്ങനെ ഉണ്ടാവുന്ന സോയിലിന് പറയുന്നത് വെതറിംഗ് ഓഫ് റോക്സ്. ഡിപ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ചെടിയിലെ ഇല, ഇത് വന്നിട്ട് മരത്തിന് താഴെ വീണു. മരത്തിന് താഴെ സോയിലോട്ട് വരും. ആദ്യത്തെ 2 ദിവസം വന്നിട്ട് വെയിൽ കൊണ്ടിട്ട് നന്നായിട്ട് അങ്ങ് ഉണങ്ങിപ്പോകും. ഓക്കെ. മൂന്നാം ദിവസം ആകുമ്പോൾ എന്താവും? അതിൽ കയറി ആരെങ്കിലും ചവിട്ടാണെങ്കിൽ അത് പൊടിഞ്ഞ് അത് മണ്ണായി മാറും. മനസ്സിലായോ? അങ്ങനെ ഉണ്ടാകുന്ന സോയിൽ പറയുന്നത് ഡിപ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ കാരണം ഉണ്ടാകുന്ന സോയിൽ. ഓക്കെ. പിന്നെ അതുകൊണ്ട് തന്നെ 2 ടൈപ്പ് സോയിൽസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ഓർഗാനിക്കും, അടുത്തത് വന്നിട്ട് ഇനോർഗാനിക് സോയിൽസ് ആണ്. ഓർഗാനിക് സോയിൽ വരുന്നതാണ് ക്യുമുലോ സോയിൽ. അതിന് എക്സാമ്പിൾ ആണ് പീറ്റ്, ഹ്യൂമോസ്, മക്ക്. ഓക്കെ. ഓക്കെ. ജിയോളജിക്കൽ സൈക്കിളിൽ വരുന്ന സോയിലാണ് വന്നിട്ട് വെതറിംഗ് ഓഫ് റോക്സ്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് മാറ്റിത്തരാം. ഓക്കെ. മാറ്റാൻ പറ്റില്ല. ശരി, ഞാൻ പറയാം, നിങ്ങളത് എഴുതിക്കും. ജിയോളജിക്കൽ സൈക്കിളിൽ വരുന്നതാണ് വെതറിംഗ് ഓഫ് റോക്ക് ട്രാൻസ്പോർട്ടേഷൻ. മീൻസ് ആദ്യം വന്നിട്ട് ഈ റെയിൻ കാരണോ എന്താ പറയാ കാറ്റ് കാരണോ ഒക്കെ വന്നിട്ട് റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ആവും. അങ്ങനെ വരുന്ന റോക്സ് വെതറിംഗ് ഓഫ് റോക്സ്. ഈ റോക്സ് ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യും. അത് പല ടൈപ്പ് ഉണ്ട്. വെള്ളത്തിൽ കൂടെ ട്രാൻസ്പോർട്ട് ആവും, കടലിൽ കൂടെ ട്രാൻസ്പോർട്ട് ആവും, പിന്നെ കാറ്റിൽ കൂടെ ട്രാൻസ്പോർട്ട് ആവും, ഗ്ലേഷ്യറിൽ കൂടെ ട്രാൻസ്പോർട്ട് ആവും. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് അത് പോയി ഡിപ്പോസിറ്റ് ആവും. എന്നിട്ട് അത് കൂടി 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 ഒരു മലയായിട്ട് മാറും, അപ്ഹീവലായിട്ട് മാറും. അങ്ങനെയാണ് ഒറിജിൻ ഓഫ് സോയിലിൽ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ജിയോളജിക്കൽ സൈക്കിൾ. ജിയോളജിക്കൽ സൈക്കിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് തന്നെയാണ് വെതറിംഗ് ഓഫ് റോക്സ്, ട്രാൻസ്പോർട്ടേഷൻ, ഡിപ്പോസിഷൻ ആൻഡ് അപ്ഹീവൽ. 2 ടൈപ്പ് ഓഫ് വെതറിംഗ് ഉണ്ട്. ഒന്ന് വന്ന് ഫിസിക്കൽ വെതറിങ്ങും, അടുത്തത് വന്നിട്ട് കെമിക്കൽ വെതറിങ്ങും. ഫിസിക്കൽ വെതറിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയും വെയിലും ഒക്കെ കാരണം നമ്മുടെ സോയിൽ ഡിസിൻറ്റിഗ്രേഷൻ വരണം. മനസ്സിലായോ? ഇപ്പം മഴ വരണം, മഴ വന്നു കഴിയുമ്പോൾ എന്താവും? ആ കല്ല്, ആ വലിയൊരു റോക്കിൽ വന്നിട്ട് മഴ പെയ്യുമ്പോൾ അതിൽ ഒരയും, അപ്രഷനും ഒരയും. അങ്ങനെ എന്താവും? അത് പൊട്ടി ചെറിയ ചെറിയ പാർട്സ് ആയി മാറും. അങ്ങനെ ഉണ്ടാവുന്ന സോയിലിന് പറയുന്നതാണ് ഫിസിക്കൽ. മീൻസ് ആ ഒരു പ്രോസസ്സിന് പറയുന്നത് ഫിസിക്കൽ വെതറിങ്. പിന്നെ അബ്രഷൻ കാരണം മാത്രമല്ല, ടെമ്പറേച്ചർ, ചൂട് കാരണം ചിലപ്പം റോക്ക് ഒക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെഡ്ജിങ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസില്ലേ,
ഐസ് എന്താ പറയാ ഗ്ലേഷ്യർ മേളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് തന്നെ അത് അവിടെ ഇവിടെയൊക്കെ ഒരയും, ഓരോ കല്ലിൽ തട്ടി തട്ടി ഒരയും, കല്ലിലല്ല വലിയൊരു റോക്കിൽ തട്ടി ഒരയും. അപ്പൊ അങ്ങനെ എന്താവും, സോയിൽ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഫിസിക്കൽ വെതറിങ് എന്നിട്ട് കെമിക്കൽ ഡെപ്പോസിഷൻ കാരണം വന്നിട്ട് ഉണ്ടാവത്തില്ല. ഓക്കെ. പിന്നെ ഈ ഒരു ഫിസിക്കൽ വെതറിങ് കാരണം കോസ് ഗ്രെയിൻഡ് സോയിലും നോൺ കോസീവ് സോയിൽസും ആണ് ഉണ്ടാകും. കോസ് ഗ്രെയിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, മണല്, പിന്നെ ചരല്, ഇതൊക്കെ ഉണ്ടാകുന്നത് വന്നിട്ട് ഫിസിക്കൽ വെതറിങ് കാരണമാണ്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സോയിലുകളും ഉണ്ട്. ഓക്കെ. ഇനി അടുത്തത് വരുന്നതാണ് കെമിക്കൽ വെതറിങ്. കെമിക്കൽ വെതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഈ വെള്ളമല്ല ആസിഡ് റെയിൻ ഒക്കെ കാരണം വന്നിട്ട് ഉണ്ടാകുന്ന സോയിൽ പറയുന്നതാണ് കെമിക്കൽ വെതറിങ്. മീൻസ് ഇപ്പൊ നമ്മുടെ ഒരു അയണിന്റെ ഒരു പിന്നോ അല്ലെങ്കിൽ ഒരു ആണിയോ വന്നിട്ട് ഒരു കല്ല് വീണു, ഈ കല്ലിൽ വന്നിട്ട് എന്താവും, മഴ പെയ്ത് കഴിയുമ്പോൾ അതിൽ തുരുമ്പ് പിടിക്കും. ഈ തുരുമ്പ് പിടിക്കുന്നതിന്റെ കൂടുതലും അടുത്തിരിക്കുന്ന ആ കല്ലിലും വന്നിട്ട് ആ ഒരു തുരുമ്പ് വരികയാണ്, മനസ്സിലായി? അപ്പൊ അതിന്റെ റിയാക്ഷൻ കാരണം വന്നിട്ട് എന്താ പറയാ, സോയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന സോയിൽസിന് വന്നിട്ട് ഒരുപാട് ചെറിയ സോയിൽ ആയിരിക്കും. നമ്മൾ നോക്കിയ മണലൊക്കെ വന്നിട്ട് കുറച്ച് വലിയ സൈസ് ആയിരിക്കത്തില്ലേ, കോസ് ഗ്രെയിൻഡ് സോയിലില്. പക്ഷെ ഇവിടെ വരുന്ന സോയിൽ വന്നിട്ട് ഒരുപാട് കുഞ്ഞു 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 ടൈപ്പ് സോയിൽ, മീൻസ് അത്രയ്ക്ക് ചെറിയ മൈന്യൂട്ട് ആയിരിക്കും. ഓക്കെ. അങ്ങനെ ഉണ്ടാവുന്ന സോയിൽ പറയുന്നതാണ് ക്ലേസ്. ഓക്കെ, മനസ്സിലായോ? പിന്നെ വോൾക്കനോയുടെ ആക്ഷൻ കാരണവും വന്നിട്ട് ഇങ്ങനെയുള്ള സോയിൽസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് സെഡിമെന്ററി റോക്സ്. സെഡിമെന്ററി റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സെഡിമെന്റ്സ് മീൻസ് ആദ്യം ഒരു ലെയർ സോയിൽ ഉണ്ടായി, അടുത്ത ഒരു ലെയർ സോയിൽ ഉണ്ടായി. മീൻസ് ഓരോ വർഷം തോറും അല്ലെങ്കിൽ ഓരോ വർഷങ്ങൾ കഴിയും തോറും സോയിലിന്റെ ആ ഒരു ലെയേഴ്സ് കൂടി കൂടി വരും. അങ്ങനെ ഉണ്ടാവുന്ന റോക്സ് എന്ന് പറയുന്നത് സെഡിമെന്ററി റോക്സ്. സെഡിമെന്ററി സോയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോയിൽ മീൻസ് ഒരു അടുത്ത് നമുക്ക് സോയിൽ ഉണ്ടായി, മീൻസ് ഫിസിക്കൽ വെതറിങ് കാരണം കെമിക്കൽ വെതറിങ് സോയിൽ ഉണ്ടായി. അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട് ട്രാൻസ്പോർട്ട് ചെയ്ത് പിന്നെ അത് ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അതിന് പറയുന്നത് സെഡിമെന്ററി റോക്സ്. സെഡിമെന്ററി റോക്സ് വന്നിട്ട് 5 ടൈപ്പ് ഉണ്ട്. സെഡിമെന്ററി റോക്സ് സെഡിമെന്ററി സോയിൽ ആണ്, 5 ടൈപ്പ് ഉണ്ട്. ഒന്ന് വന്നിട്ട് അലുവിയൽ സോയിൽ, രണ്ടാമത്തെ വന്നിട്ട് ലാക്കൂസ്ട്രിയൻ സോയിൽ, മൂന്നാമത്തെ വന്നിട്ട് മറൈൻ സോയിൽ, പിന്നെ നാലാമത്തെ വന്നിട്ട് എവോലിയൻ സോയിൽ, അഞ്ചാമത്തെ വന്നിട്ട് കൊളുവിയൽ സോയിൽ, ആറാമത്തെ വന്നിട്ട് ഗ്ലേഷ്യർ ഡെപ്പോസിറ്റഡ് സോയിൽ. അലുവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ റിവർ കാരണം മീൻസ് റിവർ വഴി ട്രാൻസ്പോർട്ട് ചെയ്ത് ഉണ്ടാകുന്ന സോയിലിന് പറയുന്നതാണ് അലുവിയൽ സോയിൽ. ലേക്ക് കാരണം അല്ലെങ്കിൽ ലേക്കിന്റെ അടിത്തട്ടിലുള്ള സോയിൽ പറയുന്നതാണ് ലാക്കൂസ്ട്രിയൻ സോയിൽ. നമ്മുടെ കടലിന്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന സോയിലിന് പറയുന്നതാണ് മറൈൻ സോയിൽ. ഓക്കെ. പിന്നെ വിൻഡ് കാരണം സോയിൽ ഉണ്ടാവുന്നു, അതിന് പറയുന്നതാണ് എവോലിയൻ സോയിൽ. ഓക്കെ. പിന്നെ അടുത്തത് വരുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി സോയിൽ ഉണ്ടാകുന്നു, അതിന് പറയുന്നതാണ് കൊളുവിയൽ സോയിൽ. പിന്നെ ഗ്ലേഷ്യർ ഡെപ്പോസിറ്റ് മീൻസ് അതൊക്കെ വന്നിട്ട് നോർത്ത് പോള് സൗത്ത് പോളിലൊക്കെ ഉള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹിമാചൽ പ്രദേശിലൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ അവിടെ നിന്ന് ഉണ്ടാകുന്ന സോയിൽ പറയുന്നതാണ് ഗ്ലേഷ്യർ ഡെപ്പോസിറ്റഡ് സോയിൽ. മീൻസ് ഗ്ലേഷ്യർ മേളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ തട്ടും, മീൻസ് ആ ഒരു കല്ല് തട്ടും, കല്ലല്ല റോക്കിൽ തട്ടും. റോക്കിൽ തട്ടി കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടാവും, അതിന് പറയുന്നതാണ് ഗ്ലേഷ്യർ ഡെപ്പോസിറ്റഡ് സോയിൽ. ഓക്കെ. ഏവോലിയൻ സോയിൽ വന്നിട്ട് അതിനൊരു എക്സാമ്പിൾ ആണ് സാൻഡ് ഡ്യൂൺ അല്ലെങ്കിൽ ലോസ്. നമ്മൾ സാൻഡ് ഡ്യൂൺ ഒക്കെ വന്നിട്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കൊളുവിയൽ സോയിൽ വന്നാണ് ടാലസ്. ഗ്ലേഷ്യർ ഡെപ്പോസിറ്റഡ് സോയിൽ വന്നാണ് ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ടില്ല്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് റെസിഡ്യൂവൽ സോയിൽ. റെസിഡ്യൂവൽ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ട്രാൻസ്പോർട്ട് ചെയ്തുണ്ടാവുന്ന സോയിൽ എന്ന് പറയുന്നതാണ് എന്താ പറയുക, സെഡിമെന്ററി സോയിൽ. റെസിഡ്യൂവൽ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവിടെ തന്നെ എന്ന് ഒറിജിൻ ആയോ അന്നിട്ട് ഇപ്പൊ വരയ്ക്കും അവിടെ തന്നെ ഇരിക്കും, ആ സോയിൽ പറയുന്നതാണ് റെസിഡ്യൂവൽ സോയിൽ. ഓക്കെ. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വന്നിട്ട് മെയിൻ ഇമ്പോർട്ടന്റ് ആണ് ഗ്രാവൽസിനും സാൻഡിനും. പക്ഷെ സർഫസ് കെമിക്കൽ ഇലക്ട്രിക്കൽ ഫോഴ്സ് ആയിരിക്കും വന്നിട്ട് ക്ലേസിലൊക്കെ ഉള്ളത്. ഓക്കെ. ക്ലേ മറിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണും, ഞാൻ പറയാം ക്ലേസിലൊക്കെ ഇരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് കോമൺലി യൂസ്ഡ് സോയിൽ ഡെസിഗ്നേഷൻ. ഓക്കെ. ഒന്ന് വന്നിട്ട് ബാർബഡ് ക്ലേ. അത് ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് ക്ലേ ആൻഡ് സിൽട്ട്. ഓരോ ലെയറിലും ക്ലേ കാണും, സിൽട്ട് കാണും, ക്ലേ കാണും, സിൽട്ട് കാണും. അങ്ങനെ ഉണ്ടാവുന്ന സോയിൽ പറയുന്നതാണ് ബാർബഡ് ക്ലേ. ഓക്കെ. പിന്നെ മുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രാവൽ റെഡ് ക്ലേ വെച്ച് മിക്സ് ആയെന്ന് പറയുന്നത് മുറം. നമ്മൾ മുറം എന്നിട്ട് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്. എന്താണ് മുറം? മുറം വന്നിട്ട് മുറം വെച്ചിട്ട് നമുക്ക് എന്താ പറയാ പേയ്മെന്റ് ഉണ്ടാക്കാം, റോഡ് ഉണ്ടാക്കാം. ഓക്കെ. മീൻസ് വില്ലേജ് റോഡൊക്കെ വന്നിട്ട് മുറം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അടുത്തത് എന്താണ് ലോം. ലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാൻഡ്, സിൽട്ട്, ക്ലേ ഈ
ഈക്വൽ പ്രപ്പോർഷനിൽ കാണും. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ലോ ചോദിച്ചിട്ടുണ്ട്. അപ്പം സാൻഡ്, സിൽട്ട്, ക്ലേ വന്നിട്ട് ഈക്വൽ പ്രപ്പോർഷനിൽ കാണുകയാണെങ്കിൽ അതിന്റെ പേരാണ് ലോ. ബെന്റോണൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെപ്പോസിറ്റഡ് വോൾക്കാനിക് ആഷ് ആണ്. ഓക്കെ, അവിടെ വന്നിട്ട് ഹൈ പെർസെന്റേജ് ഓഫ് ക്ലേ മിനറൽ മോണ്ട് മിനറലൈറ്റ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, എക്സിബിറ്റ് ഹൈ ഡിഗ്രി ഓഫ് ശ്രിങ്കേജ് ആൻഡ് സ്വെല്ലിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ഡെഫിനിഷൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ കാണും. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് റിവൈസ് ചെയ്യാം. ബാക്കിലോട്ട് പോകുന്നു. ഓക്കെ, എന്തായാലും നമ്മൾ സോയിലിനെ പറ്റി കണ്ടു. എന്തൊക്കെയാണ് സോയിൽ വരുന്നത്? ആദ്യം വരുന്നത് ഓർഗാനിക്, ഇനോർഗാനിക് നമ്മൾ നോക്കി. പിന്നെ വരുന്നതാണ് എന്താണ്, സെഡിമെന്ററി സോയിൽ കണ്ടു, പിന്നെ റെസിഡ്യൂവൽ സോയിൽ കണ്ടു അല്ലെ. പിന്നെ എന്താ പറയാ, സെഡിമെന്ററി സോയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സെഡിമെന്ററി സോയില് എങ്ങനെയാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്തുണ്ടാവുന്ന സോയിൽ പറയുന്നതാണ് സെഡിമെന്ററി സോയിൽ. ഓക്കെ, പിന്നെ സെഡിമെന്ററി സോയിൽ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് വന്നിട്ട് മറൈൻ സോയിൽ ഉണ്ട്, പിന്നെ ഒരുപാട് മറൈൻ സോയിൽ ഉണ്ട്. പിന്നെ വരുന്നതാണ് ലാക്വസ്ട്രെയിൻ സോയിൽ ഉണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കി അല്ലെ. അലുവിയൽ സോയിൽ ഉണ്ട്, ഗ്ലേഷ്യർ ഡെപ്പോസിറ്റഡ് സോയിൽ ഉണ്ട്, ഒക്കെ നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കണേ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ അടുത്ത ടോപ്പിക് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ DOE എടുക്കും, ഇപ്പോഴല്ല എടുക്കും. ഓക്കെ, താങ്ക് യു.